ഇവൻ റിയാക്ട് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ലാസ്റ്റ് കറുപ്പ് സിനിമയുടെ സീനുകൾ കുറെ നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു, കുറെ കോപ്പറേറ്റ് കിട്ടിയിരുന്നു, കുറച്ചൊക്കെ ഇഞ്ചി എടുത്തു. അപ്പൊ നമുക്ക് ഇപ്പൊ അടുത്ത ബ്ലാസ്റ്റ് സിനിമ നമുക്ക് ഒറ്റ റിലീസ് ആയിട്ട് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ആക്ഷൻ കിങ് അർജുൻ നായകനെ ബ്ലാസ്റ്റ് സിനിമ, അതിലിപ്പോ പ്രീതി മുകുന്ദും ഉണ്ട്. പിന്നെ നമ്മുടെ നായികയുടെ പേര് കറക്റ്റ് മറന്നുപോയി സത്യം പറയണി. അതും മൂന്നുപേരോട് തകർത്ത അഭിനയിച്ചൊരു കിടിലം പടം നമ്മൾ തിയേറ്ററിൽ വന്നിരുന്നു. OTT ഇപ്പൊ കഴിഞ്ഞ റിലീസ് ആയിരുന്നു. അപ്പൊ അതിന്റെ ചില സീനുകൾ എനിക്ക് പടം മൊത്തത്തിൽ നമുക്ക് റിയാക്ട് ചെയ്തിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ കോപ്പറേറ്റ് വന്നെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഈ സിനിമ എന്തായാലും നമുക്കൊന്ന് മിക്ക സീനുകളും ഇങ്ങനെ ഇട്ടിട്ട് പോയി നോക്കാം. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ കോപ്പറേറ്റ് വന്ന രീതി, കാരണം എനിക്ക് കോപ്പറേറ്റ് ക്ലെയിം ചെയ്യാൻ എനിക്ക് അറിയില്ല. ആർക്കെങ്കിലും അങ്ങനെ അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ നിന്ന് പറയുന്നുണ്ട് എങ്ങനെ കറക്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്തെടുക്കാന്ന്. എനിക്ക് അതിനെപ്പറ്റി അറിയാം, കുറെ നോക്കിയിട്ടും പറ്റണില്ല. അപ്പൊ എന്തായാലും നമുക്കിത് റിയാക്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് അതിന്റെ ടൈറ്റിൽ കാർഡും അതിന്റെ അർജുന്റെ തുടക്കത്തെ ഫൈറ്റ് സീനും കണ്ട് നമുക്ക് റിയാക്ട് ചെയ്യാം. അപ്പോ ഞാൻ അവിടെ വരെ കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പോ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, முதல்ல என்ன இருக்குன்னு கேளு. தம்பி நம்ம சாராய கட்சி எடுத்த போலீஸ் கிட்ட போட்டு கொடுத்தாரு பாஸ்கர், அவன் புள்ள தானே அது? ஆமாண்டா. ஏய் தம்பி இங்க வா, சொல்லுங்கண்ணா. ரத்தத்தோட போனாதாண்டா அவங்க அப்பா பதறுவான். அவனை தூக்கி மூஞ்சிலே நச்சு ஒரு பஞ்சு விடா. பாடுறா வந்துட்டாரு ஹீரோ. கை வலிக்குது, கையும் கொடுப்பா. அவன் கையை நான் விட்டாங்க, அது அந்த பையன் சொல்றான். സത്യം പറയാം, എനിക്ക് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് മിസ് ആയ പടം കേട്ടോ. தெரியாது. அப்புறம் ஏன் பண்ணி அவருக்கு அந்த சண்டை போட்ட? இல்ல, எனக்கு ஒரு தங்கச்சி இருந்தா. 9-10 வயசு இருக்குன்னு நினைக்கிறேன். தங்கச்சி எனக்கு ரொம்ப பிடிக்கும். அவளுக்கு ஒரு தப்பு நடந்து போச்சு. அங்க வேடிக்கை பார்த்துட்டு എവനും ഒരു വാർത്തയും പേസല. കോപ്പറേറ്റ് നമുക്ക് പേടിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ വോയിസ് ചെയ്യണം കേട്ടോ, കാരണം വേറെ വഴിയില്ല. எங்கேயாவது தப்பு நடக்கிறது நீ பார்த்து பாதிக்கப்பட்ட இடத்துல நானாவோ அம்மாவோ இருந்தா நீ என்ன பண்ணுவ? சும்மா விடுமா. ஆனா தட்டி கேட்கறதுக்கு நமக்கு தெரிஞ்சவங்களதான் இருக்கணும்னு அவசியம் இல்லை. யாருக்கு நேரம் இருந்தாலும் தட்டி கேட்கணும். அப்பதான் நம்ம பிறந்ததுக்கே ஒரு அர்த்தம் இருக்கும்.
ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കണ്ടിപ്പോ നമ്മള് റിയാക്ട് ചെയ്യാനുള്ളൂ. അപ്പൊ നമുക്ക് ഇനി അടുത്ത സീൻ നമുക്ക് ഇനി പ്രീതി മൂന്ന് വന്നിട്ട് ഒരു അടിപൊളി ഫൈറ്റ് സീൻ ഉണ്ട്. അപ്പൊ അത് കണ്ട് റിയാക്ട് ചെയ്യാം. ഇതിൽ വില്ലനൊക്കെ കിട്ടില്ല കേട്ടോ, വില്ലന്റെ കിട്ടില്ല ഫൈറ്റ് ഉണ്ട് ഹോസ്പിറ്റലിൽ വെച്ചിട്ട്, അതും നമുക്ക് കണ്ട് റിയാക്ട് ചെയ്യാം. അങ്ങനെ നല്ല നല്ല ഫൈറ്റ് സീനൊക്കെ കണ്ട് റിയാക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ അങ്ങനെ കോപ്പറേറ്റ് വന്ന രീതിയിനനുസരിച്ച് നമുക്ക് സിനിമാസ് ഫുള്ള് നമുക്ക് കണ്ട് റിയാക്ട് ചെയ്യാൻ സെറ്റപ്പ് ചെയ്യാം. അപ്പൊ ഈ കോപ്പറേറ്റ് ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ സീൻ വരുന്നത്. അപ്പൊ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കാൻ പോകണം. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും